ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. അപ്പൊ നമ്മുടെ LDCയുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതില് കമ്മീഷൻസ് എന്നുള്ള ടോപ്പിക്സ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ് കമ്മീഷൻസ് നോക്കി, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻസ് നോക്കി, അതേപോലെ സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെ ഒക്കെ ഇലക്ഷൻ കമ്മീഷൻസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക്കാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെ. ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് അറിയില്ലേ? ഹ്യൂമൻ റൈറ്റ്സ് എന്താണ്? മനുഷ്യന്റെ അവകാശങ്ങൾ അല്ലെ. മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. LDCയുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിൽ ഒരു ഭാഗമാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നുള്ളത് അല്ലെ. അപ്പൊ ആദ്യം നമ്മള് ഇന്ത്യയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതേപോലെ അത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ഏതൊക്കെ അതിന്റെ സമ്മേളനം കാര്യങ്ങളൊക്കെ എവിടെയാണ് നടന്നിട്ടുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാനുള്ളത്. ഓക്കെ, അപ്പോ നമ്മള് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോ മാഗ്ന കാർട്ട കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടാവും അല്ലെ. മാഗ്ന കാർട്ടയാണ് നമ്മള് ഇംഗ്ലണ്ടില് AD 1215 ഇംഗ്ലണ്ടില് മാഗ്ന കാർട്ട അത് ഫസ്റ്റ് മനുഷ്യാവകാശ പ്രമാണം. എന്നുവെച്ചാല് മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ഒരു മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് മനുഷ്യാവകാശ പ്രമാണം ഇംഗ്ലണ്ടിലാണ് ഉണ്ടായിട്ടുള്ളത്. 1215 അതിനെ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളത്. നമ്മള് ചരിത്രം എടുത്തു നോക്കുമ്പോ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രമാണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ട 1215 ഇംഗ്ലണ്ടിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ 10 ഓക്കെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ട് ആളാണ് എലീനോർ റൂസ്വെൽറ്റ്. ആ പേര് പഠിച്ചു വെക്കുക. എലീനോർ റൂസ്വെൽറ്റ് ആണ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. എന്താണ്? ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. ലോകത്തിലെ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് നമ്മള് ഡിസംബർ 10. 1950 മുതലാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? മാഗ്ന കാർട്ട പറഞ്ഞു, അതേപോലെ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ 10 പറഞ്ഞു. പിന്നെ എലീനോ റൂസ്വെൽറ്റ് ആണ് ഈ ഒരു ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാള്. പിന്നെ ഡിസംബർ 10 നമ്മൾ ലോക മനുഷ്യാവകാശ ദിനമായി കണക്കാക്കുന്നു. 1950 മുതൽ ആചരിക്കാൻ തുടങ്ങും. ഇനി നമുക്ക് എന്താണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്താണെന്ന് നോക്കണ്ടേ? ഓക്കെ, അതായത് UDHR യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഒരു ആമുഖത്തില് 30ാമത്തെ വകുപ്പിലെ ഒരു ആമുഖത്തില് നമ്മൾ വകുപ്പ് 1 പറയുന്നത് ലോകത്തിലെ മനുഷ്യരെല്ലാരും തുല്യ അന്തസ്സോടെ അതേപോലെ തുല്യ അവകാശത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജനിക്കുന്നു. അതാണ് ഒന്നാമത്തെ. എന്താണ് UDHRലെ 1ാമത്തെ വകുപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ലോകത്തിലെ മനുഷ്യരെല്ലാം തുല്യ അന്തസ്സോടെ തുല്യ അവകാശത്തോടെ തുല്യ സ്വാതന്ത്ര്യത്തോടെ ജനിക്കുന്നു. ഓക്കെ, നമുക്ക് 2 ഉടമ്പടികളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഒന്ന് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും അതേപോലെ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സും. ഇങ്ങനെ 2 കാര്യങ്ങള്, അതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള ഒരു ഉടമ്പടി UN അഡോപ്റ്റ് ചെയ്ത വർഷമാണ് 1996. എന്താണ് ഇത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പറഞ്ഞത് UDHRലെ ഒരു ആമുഖത്തിൽ പറയുന്നത് ലോകത്തിലെ മനുഷ്യരെല്ലാവരും തുല്യ അന്തസ്സോടെ തുല്യ അവകാശത്തോടെ തുല്യ സ്വാതന്ത്ര്യത്തോടെ ജനിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഇനി സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ഉടമ്പടി അല്ലെ. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് അതുപോലെ തന്നെ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിന് 2 ഉടമ്പടികള് UN അഡോപ്റ്റ് ചെയ്ത വർഷമാണ് 1996. എന്താണ് UN അഡോപ്റ്റ് ചെയ്ത വർഷമാണ് എന്നാണ് 1996.
96-ലാണ് നമ്മള് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. UN ആണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഓക്കെ, പാരീസ് സമ്മേളനത്തിനാണ് ഈ കാര്യങ്ങൾ. പാരീസ് 1991 UN പാരീസ് സമ്മേളനത്തിനാണ് എന്താ വേണ്ടത്? ദേശീയ തല ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യകതയെ കുറിച്ച് ശ്രദ്ധിക്കുക. പാരീസ് സമ്മേളനത്തിനാണ്, അതായത് ഓരോ ദേശീയ തല ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ളൊരു ആവശ്യകതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സമ്മേളനമാണ് പാരീസ് സമ്മേളനമാണ്. UN ആണ് ആ സമ്മേളനം നടത്തിയിട്ടുള്ളത്. 1991-ലാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു സമ്മേളനത്തിലെ പാരീസ് പ്രിൻസിപ്പിൾസ് UN അംഗീകരിച്ചത് 1993-ലാണ്. പാരീസ് പ്രിൻസിപ്പിൾ UN അംഗീകരിച്ചത് 1993-ലാണ്. ഇപ്പൊ ഇവിടെ നമ്മള് 3 കാര്യങ്ങൾ പറഞ്ഞു. UDHR-ലെ നമ്മുടെ 30 വകുപ്പുകൾ. അതിന്റെ 1-ാമത്തെ വകുപ്പ് പറയുന്നത് ലോക മനുഷ്യർ തുല്യ അന്തസ്സോടെ അവകാശത്തോടെ തുല്യ സ്വാതന്ത്ര്യത്തോടെ ജനിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സും അതുപോലെ തന്നെ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സും, അങ്ങനെ 2 ഉടമ്പടികൾ, ഇന്റർനാഷണൽ ഉടമ്പടികളെ UN അഡോപ്റ്റ് ചെയ്ത വർഷമാണ് 1996. ഇനി പാരീസ് സമ്മേളനം നടന്നിട്ടുള്ളത്, UN ആണ് ഈ പാരീസ് സമ്മേളനം നടത്തിയിട്ടുള്ളത് 1991-ലാണ്. ഈ സമ്മേളനത്തിന് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദേശീയ തലമറ്റൊരു ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നത് പാരീസ് സമ്മേളനത്തിലാണ്. ഈ പാരീസ് പ്രിൻസിപ്പിൾ UN അംഗീകരിച്ചത്, അഡോപ്റ്റ് ചെയ്തതല്ല, UN അംഗീകരിച്ചു. പാരീസ് പ്രിൻസിപ്പിൾ ഒക്കെ UN അംഗീകരിച്ചത് 1993-ലാണ്. 1993-ലാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്ത്യയിലെ ദേശീയതല മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. 1810 ഇംഗ്ലണ്ടിലെ മാഗ്ന കാർട്ടയാണ് ഫസ്റ്റ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രമാണമായിട്ടുള്ളത്. ലോക മനുഷ്യാവകാശ ദിനമായി നമ്മൾ ഡിസംബർ 10-ന് ആചരിക്കുന്നു. 1950 മുതലാണ് ആചരിക്കുന്നത്. ഓക്കെ, ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നിട്ടുള്ളത് 1948 ഡിസംബർ 10-നാണ്. എന്നാണ് പറഞ്ഞത്? ഡിസംബർ 10-നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതിന് പ്രവർത്തിച്ച ആളെ പേരും എലിനോർ റൂസ്വെൽറ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മള് ഇന്ത്യയിലെ ദേശീയതല മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോണത്. 1993 സെപ്റ്റംബർ 28, 1993 സെപ്റ്റംബർ 28-നാണ് ദേശീയ മനുഷ്യാവകാശ നിയമം വന്നത്. പാർലമെന്റ് ആണ് ഈ നിയമം പാസ്സാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് പാർലമെന്റ് ആണ്. അതിൽ 43 സെക്ഷനും 8 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ പോയിന്റ്സ് ആണ് ടീച്ചർ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് കിട്ടുന്ന ദേശീയ മനുഷ്യാവകാശ നിയമം വന്നു, ബൈ പാർലമെന്റ് ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണിത്. അതിന്റെ ഇടയിൽ എക്സ്ട്രാ നമ്മൾ വേറെ എവിടെന്നെങ്കിലും ഒക്കെ വായിക്കുമ്പോൾ ചിലപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. ദേശീയ മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവകാശ നിയമത്തിലെ എത്ര സെക്ഷനുകളാണുള്ളത്, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കണം നമ്മളത്. അപ്പൊ 43 സെക്ഷൻ ഉണ്ടായിരുന്നു, 8 ചാപ്റ്റർ ആണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. ഓക്കെ, ഈ ഒരു മനുഷ്യാവകാശ നിയമത്തിൽ 2 തവണ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. 2 തവണ ഭേദഗതികൾ വരുത്തിയിട്ടുള്ളത് എന്താണ്, എന്തിനെ കുറിച്ചിട്ടാണ്? ഓക്കെ, 2006-ലും 2019-ലുമാണ് 2 ഭേദഗതികൾ ചെയ്തിട്ടുള്ളത്. 2006-ലും 2019-ലും. എന്താണ് ഇതിൽ പറയുന്നത്? സെക്ഷൻ 21D സെക്ഷൻ 2-ലെ 1D ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 2(1). ഓക്കെ, സെക്ഷൻ 2(1) അല്ലെ, ഇതിലെല്ലാത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് കമ്മീഷൻ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പറയാ, ഈ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് 1993 ഒക്ടോബർ 12-നാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതെന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് 1993 ഒക്ടോബർ 12-നാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ, സംരക്ഷകൻ എന്നൊക്കെ പറയുന്നത് ഏതാണ്? ഈ
ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെയാണ് മനുഷ്യ അവകാശങ്ങളുടെ കാവൽ നായ, സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. പാർലമെന്റ് ആണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. 2 സെക്ഷൻ ആണുള്ളത്. 43 സെക്ഷൻ ആണുള്ളത്. 8 ചാപ്റ്റർ ആണുള്ളത്. 2 സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് 2 ഭേദഗതികൾ എന്നുള്ളതാണ്. 2 ഭേദഗതിയാണ് ഇത് വരുത്തിയിട്ടുള്ളത്. 2009-ലും 2019-ലുമാണ് 2 ഭേദഗതികൾ വരുത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. അതുപോലെ സെക്ഷൻ 2(1)(d)യില് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം, അതുപോലെ അന്തസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. 1993 ഒക്ടോബർ 12-നാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ് പറയുന്നത്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ, സംരക്ഷകൻ എന്നിങ്ങനെ 2 പേരുകളുണ്ട് കേട്ടോ. ഇതറിയപ്പെടുന്നത് മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ, സംരക്ഷകൻ എന്നിങ്ങനെയാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ, സംരക്ഷകൻ എന്നാണ് നിലവിൽ വന്നിട്ടുള്ളത്? 1999 ഒക്ടോബർ 12-നാണ്. ഈ പോയിന്റ് ആലോചിക്കുക. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ്. എത്ര ഭേദഗതി വന്നിട്ടുണ്ട്? 2006-ലും 2019-ലും 2 ഭേദഗതി വന്നിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നിട്ടുള്ളത് 1993 സെപ്റ്റംബർ 28-ലാണ്. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി എന്താ നോക്കാനുള്ളത്? നെക്സ്റ്റ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ? പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ? എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും. ഓർമ്മ ഉണ്ടാവണം. എന്തൊക്കെയാണ്? നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് 3 പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യാവകാശങ്ങളുടെ കാവൽ നായ, സംരക്ഷകൻ എന്നുള്ള പേരില് അറിയപ്പെടുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ള ഡേറ്റ് 1993 ഒക്ടോബർ എന്താണ്? 12-നാണ് അല്ലെ? ഒക്ടോബർ 12-നാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? പറയില്ല, നമുക്ക് എന്താ നോക്കാനുള്ളത്? നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്നല്ല ഉദ്ദേശിച്ചത് നമ്മള്. ഇനി ഇതിന്റെ ബോഡി എങ്ങനെയൊക്കെയാണിത്, എന്താണ് ഇതിന്റെ പ്രത്യേകത, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. എന്താണ്? ക്വാസി ജുഡീഷ്യൽ ബോഡിയാണിത്. അതേപോലെ സിവിൽ കോർട്ട് അധികാരമുണ്ട്. ഇതിന് എന്തുണ്ട്? സിവിൽ കോർട്ടിന്റെ അധികാരമുണ്ട്. ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അതേപോലെ തന്നെ സിവിൽ കോർട്ട് അധികാരമുണ്ട്. ഓക്കെ, ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ഫരീദ് കോർട്ട് ഹൗസ് ആണ്. കോപ്പർ നിക്കസ് മാർഗ്, ഡൽഹിയിലെ ഫരീദ് കോർട്ട് ഹൗസിലാണ് ഇതിന്റെ ആസ്ഥാനം ഉള്ളത്. കോപ്പർ നിക്കസ് മാർഗ്, ഡൽഹിയിലാണിത്. ഇത് 3ാമത്തെ സെന്റർ ആണ് കേട്ടോ. ആദ്യത്തെ സെന്റർ എന്ന് പറയുന്നത് മാനവ് അധികാർ ഭവൻ ആണ്. ആദ്യം ഇതിന്റെ സെന്ററിന്റെ പേരെന്തായിരുന്നു? മാനവ് അധികാർ ഭവൻ എന്നാണ്. സെക്കൻഡ് പട്ടേൽ ഭവൻ എന്നാണ്. സെക്കൻഡ് എന്താണ്? പട്ടേൽ ഭവൻ എന്നാണ്. ആദ്യം മാനവ് അധികാർ ഭവൻ, സെക്കൻഡ് പട്ടേൽ ഭവൻ. സെക്കൻഡ് എന്താണ്? പട്ടേൽ ഭവൻ. ഓക്കെ, ഇതിന്റെ ആപ്തവാക്യം എന്താണ്? സർവഭവന്തു സുഖിന. സർവഭവന്തു സുഖിന. എല്ലാവരും ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആപ്തവാക്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ആസ്ഥാനം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ക്വാസി ജുഡീഷ്യൽ ബോഡി ആണെന്ന് പറഞ്ഞു. സിവിൽ കോർട്ടിന്റെ അധികാരമാണ് ഇതിനുള്ളത്. ആസ്ഥാനം ഫരീദ് കോർട്ട് ഹൗസ് ആണ്. അത് 3ാമത്തേതാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ആദ്യത്തെ സെന്റർ എന്ന് പറയുന്നത് മാനവ് അധികാർ ഭവൻ ആണ്. സെക്കൻഡ് പട്ടേൽ ഭവനാണ്. ഇനി ഇതിന്റെ ആപ്തവാക്യം എന്താണ്? സർവഭവന്തു സുഖിന. ഓക്കെ, ഇനി ഇതിന്റെ ഘടനയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 13 അംഗങ്ങളാണ്.
13 അംഗങ്ങളാണ് ഇതിനുള്ളത്. എത്ര അംഗങ്ങളാ പറഞ്ഞേ? 13 അംഗങ്ങൾ ട്ടോ. 13 അംഗങ്ങളാണ് ഇതിലുള്ളത്. സ്ഥിര അംഗം എന്ന് പറയുന്നത് 6 സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കും. അധ്യക്ഷൻ ഉൾപ്പെടെയാണ് 6 സ്ഥിരാംഗങ്ങൾ ഉണ്ടാകുക. അതേപോലെ പിന്നെ ആരാ നമ്മൾ പറഞ്ഞത്? എക്സ് ഒഫീഷ്യോ ചെയർമാൻമാരുണ്ട്. എക്സ് ഒഫീഷ്യോ ചെയർമാൻമാർ. ഇവിടെ ശ്രദ്ധിക്കുക, ഘടന നമ്മൾ പറഞ്ഞു 13 അംഗങ്ങളാണ് ഇതിൽ ഉണ്ടായിരിക്കുക. സ്ഥിരാംഗം എന്ന് പറയുന്നത് 6 പേരാണ്. അതിൽ അധ്യക്ഷൻ ഉൾപ്പെടെയാണ് സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കുക. പിന്നെ 7 പേരുള്ളത് എന്താണ്? എക്സ് ഒഫീഷ്യോ ചെയർമാൻമാരാണ്. 7 പേരുള്ളത് ആരൊക്കെയാണ്? എക്സ് ഒഫീഷ്യോ ചെയർമാൻമാരാണ്. ഇതിൽ ആരൊക്കെയാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻമാർ ഉണ്ടാവുക എന്ന് ചോദിച്ചാല് SC/ST കമ്മീഷനിലെ ആൾക്കാര്, വനിതാ കമ്മീഷൻ, അതുപോലെ മൈനോറിറ്റി കമ്മീഷന്റെ അധ്യക്ഷന്മാര്, പിന്നോക്ക വിഭാഗത്തിലെ അധ്യക്ഷന്മാര്, ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, അതുപോലെ അംഗപരിമിത കമ്മീഷണർ. ഇത്രയും പേരുണ്ടായിരിക്കും കേട്ടോ. അതാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. 7 പേരാണ്. ഇനി ഇവരുടെ യോഗ്യത നോക്കാം. സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് അല്ലെ, എന്തൊക്കെയാണ് പ്രത്യേകത? ഈ ഒരു പോസ്റ്റിലേക്ക്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പോസ്റ്റിലേക്ക് നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസോ ഓർ ജഡ്ജായിട്ടോ റിട്ടയർ ചെയ്യണം. അതേപോലെ ഒരംഗം സുപ്രീം കോടതി ജഡ്ജായി പ്രവർത്തിക്കണം ഓർ റിട്ടയർ ചെയ്ത ആളായിരിക്കണം. വേറൊരു അംഗം എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജായിരിക്കണം. ചീഫ് ജസ്റ്റിസിനെ പ്രവർത്തിക്കണം. ഹൈക്കോടതി ജഡ്ജും അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടോ റിട്ടയർ ചെയ്ത ആളായിരിക്കണം. ഓക്കെ, ചീഫ് ജസ്റ്റിസ് ആയിട്ടോ റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. ഒരാൾ വനിതയാവണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിന് ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ നമുക്ക് നോക്കണം എന്തൊക്കെയാണ്? എക്സിക്യൂട്ടീവ് ഹെഡ്, അതായത് ഒരു കാര്യനിർവഹണ ഹെഡ് ഉണ്ടായിരിക്കും. സെക്രട്ടറി ആണ്, ഓഫീസിന്റെ തലവനാണ്. 7 അംഗത്തിലൊന്നും അയാൾ ഉൾപ്പെടില്ല കേട്ടോ. ഇയാൾ 7 അംഗത്തിൽ വരില്ല. ഓക്കെ, അയാൾക്ക് ജുഡീഷ്യൽ അധികാരമില്ല, ബാക്കിയുള്ള അധികാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു എക്സിക്യൂട്ടീവ് ഹെഡ് ഉണ്ടായിരിക്കും സെക്രട്ടറി ആയിട്ട്. ഓഫീസ് തലവനാണ് അദ്ദേഹം. ഈ ഒരു 7 അംഗങ്ങളിൽ അദ്ദേഹം വരില്ല. ജുഡീഷ്യൽ അധികാരം അദ്ദേഹത്തിനുള്ള ഉള്ളത് മറ്റുള്ള അധികാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ സാധാരണ പറയുന്ന പോലെ കാലാവധി 70 വയസ്സ് 70 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം. ഓക്കെ, കാലാവധി എത്രയാണ്? 70 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം. റീ അപ്പോയിന്റ് ചെയ്യാൻ യോഗ്യരാണ്. എന്ന് വെച്ചാൽ ഈ പോസ്റ്റിലേക്ക് വീണ്ടും ഇപ്പോ 3 വർഷം കാലാവധി കഴിഞ്ഞിട്ട് വിരമിച്ചിട്ട് ഒരാളാണെങ്കിൽ വീണ്ടും അയാൾക്ക് എന്ത് ചെയ്യാം? ഈ പോസ്റ്റിൽ ഇരുന്ന് ജോലി ചെയ്യാൻ അയാൾ അർഹനാണ്. കാരണം റീ അപ്പോയിന്റ് ചെയ്യുന്ന വീണ്ടും അപ്പോയിന്റ് ചെയ്യാൻ അയാള് യോഗ്യരാണ്. പക്ഷെ മറ്റുള്ള കേന്ദ്ര സംസ്ഥാന സർവീസിൽ യോഗ്യരല്ല. ഇവിടെ എന്താ പ്രത്യേകത? ഇതേ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ വീണ്ടും 3 വർഷത്തേക്ക് നമുക്ക് യോഗ്യരാണ്. പക്ഷെ മറ്റുള്ള കേന്ദ്ര സംസ്ഥാന സർവീസുകൾക്ക് അവര് യോഗ്യരല്ല. കേന്ദ്ര സംസ്ഥാന സർവീസുകൾക്ക് അവരെന്തല്ല? യോഗ്യരല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ കാലാവധി എത്രയെന്നാ പറഞ്ഞത്? കാലാവധി 70 വയസ്സ് വരെ അല്ലെങ്കിൽ 3 വർഷം കാലാവധി. ഓക്കെ, 70 വയസ്സ് വരെ അല്ലെങ്കിൽ 3 വർഷം. അതേപോലെ റീ അപ്പോയിന്റ് ചെയ്യാൻ അദ്ദേഹം യോഗ്യനാണ്. പക്ഷെ മറ്റുള്ള സംസ്ഥാന സർവീസുകൾക്ക് യോഗ്യരല്ല. ഓക്കെ, ഇനി ഇവരെ തെരഞ്ഞെടുക്കാൻ 6 സമിതിയുണ്ട്. സ്ഥിരാംഗങ്ങളെയാണ് അധ്യക്ഷൻ, പ്രധാനമന്ത്രി. ഓക്കെ, 6 സമിതിയുണ്ട്. സ്ഥിരാംഗങ്ങളെ പ്രധാനമന്ത്രിയുടെ, ദെൻ പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, പിന്നെ ആരാണ്? ഡെപ്യൂട്ടി ചെയർമാന്, നമ്മുടെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാന്, ലോക്സഭയുടെ സ്പീക്കർ, അതേപോലെ ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ. ഇവരെല്ലാരും ഉണ്ടായിരിക്കും. ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് എന്തുണ്ട്? ഇവർ 6 പേരും ഉൾപ്പെടുന്ന സമിതിയാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? ഇവരെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, സ്ഥിരാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. നീക്കം ചെയ്യൽ ആരാണ്? രാഷ്ട്രപതിയാണ്. ബൈ സുപ്രീം കോർട്ടിന്റെ സമ്മതം വേണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇതൊക്കെ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. കാരണം ഒരുപാട് പോയിന്റ്സ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് തരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആവശ്യമുള്ള പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ടീച്ചർ കാര്യങ്ങൾ ഇതും ആൻസേഴ്സ് ഒരു നീല മഷിയിലെ മഷി ഇത് മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ കളർ പെന്നോ എന്തെങ്കിലുമൊക്കെ ഹൈലൈറ്ററോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേറെ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ നീക്കം ചെയ്യലാണ് രാഷ്ട്രപതിയാണ്, സുപ്രീം കോടതിന്റെ സമ്മതത്തോടു കൂടിയാണ്. അതേപോലെ ഈ ഒരു എങ്ങനെയൊക്കെ നീക്കം ചെയ്യും? എങ്ങനെയൊക്കെയാണ്?
പെരുമാറ്റ ദൂഷ്യം, അല്ലെങ്കിൽ ശാരീരികമായിട്ട് വീക്ക്നെസ്, അല്ലെങ്കിൽ ബോഡി വീക്ക്നെസ് കാര്യങ്ങള്, അതുപോലെ മറ്റുള്ളവരിന് പരാതി ഉണ്ടായാല് നമ്മള് ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കാര്യശേഷി ഇല്ലായ്മ, കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പരാതി കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളെ മാറ്റാൻ പറ്റും. ആരാണ്? മാറ്റാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. മനുഷ്യ അവകാശവുമായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ചോദിക്കും. മനുഷ്യ അവകാശവുമായിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് PUCL, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി. എന്താണ്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി. നോൺ ഗവൺമെന്റ് ഏജൻസി ആണ് കേട്ടോ. അത് ഗവൺമെന്റ് ഏജൻസി അല്ല, ഏറ്റവും വലിയ സംഘടനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് PUCL, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി. ജനങ്ങളുടെ സിവിൽ ലിബർട്ടിക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ്. നോൺ ഗവൺമെന്റ് ഏജൻസിയാണ്. ഏറ്റവും വലിയ സംഘടന, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ്. എഴുതി വെക്കുക. ഇത് സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായണൻ 1976-ലാണ്. ഓക്കെ. ഇപ്പൊ ഒരു 3 പോയിന്റ് ആണ് ഇപ്പൊ നമ്മളിവിടെ പഠിച്ചത്. മനുഷ്യാവകാശവുമായി ദേശീയ തലത്തിൽ ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന സംഘടനയാണ് PUCL, പീപ്പിൾ യൂണിയൻസ് ഫോർ സിവിൽ ലിബർട്ടി. ഇതൊരു നോൺ ഗവൺമെന്റ് ഏജൻസി ആണ്. അതുപോലെ ഏറ്റവും വലിയ സംഘടനയാണ്. ഇത് സ്ഥാപിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായൺ 1976 അല്ലേ? അപ്പൊ നിങ്ങള് ഈ 2 സ്ലൈഡും നന്നായിട്ട് വായിക്കുക, എഴുതെടുക്കുക, അതിനനുസരിച്ച് പഠിക്കുക. നമ്മളിപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് പറഞ്ഞത്. ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. ഇനി എന്താണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1998 ഡിസംബർ 11-നാണ് 1998 ഡിസംബർ 11-നാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ ഒരു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. 3 അംഗങ്ങളാണ് ഇതിൽ ഉണ്ടായിട്ടുണ്ടാവുക. അധ്യക്ഷനാണ്. അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജോ ആയി റിട്ടയർ ചെയ്യണം. ശ്രദ്ധിച്ച് ഇതൊക്കെ പറയുന്നത്. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജോ ആയിട്ട് റിട്ടയർ ചെയ്ത ആളായിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജായിട്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ആളായിരിക്കണം, അല്ലെങ്കിൽ മനുഷ്യാവകാശ മേഖലയിൽ പരിചയമുള്ളവരായിരിക്കണം. യോഗ്യതകളുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് 3 അംഗം ഇത് തരൂ ഇതാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നോക്കണം എന്തൊക്കെയാണ് അതിന്റെ അധ്യക്ഷന് വേണ്ട കാര്യങ്ങൾ. അധ്യക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടോ ജഡ്ജ് ആയിട്ടോ റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം, ഹൈക്കോടതി ജഡ്ജിനായിട്ട് ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്ന ആളായിരിക്കണം, റിട്ടയർ ചെയ്ത ആളായിരിക്കണം, മനുഷ്യാവകാശ മേഖലയിൽ പരിചയമുള്ളവരായിരിക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ്? ഇവരുടെ തെരഞ്ഞെടുക്കലാണ്. 4 അംഗ സമിതിയാണ് ഹെഡഡ് ബൈ മുഖ്യമന്ത്രി. ആരാണ് ആ 4 അംഗ സമിതിയെ ഹെഡ് ചെയ്യുന്നത്? ആരാണ്? മറ്റേ നമ്മൾ എത്ര സമിതി എന്നാ പറഞ്ഞത്? ദേശീയ മനുഷ്യാവകാശ സമിതി നമ്മൾ എത്ര പറഞ്ഞ? 6 അംഗ സമിതിയാണ്. 6 അംഗ സമിതി എന്ന് പറഞ്ഞു, പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ 4 അംഗ സമിതി മതി, ഹെഡഡ് ബൈ മുഖ്യമന്ത്രി. ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഓക്കെ. പിന്നെ ആഭ്യന്തരമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷം, ഇവരെല്ലാവരും ആ സമിതിയിൽ ഉണ്ടാവും. ആരൊക്കെ ഉണ്ടാവും? എന്താണ്? ഹെഡഡ് ബൈ ആരാണ് ഹെഡ് ചെയ്തിട്ടുള്ളത്? മുഖ്യമന്ത്രിയാണ് ഹെഡ് ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയാണ്. പിന്നെ ആരൊക്കെ ഉണ്ടായിരിക്കും അതിലേക്ക്? ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കും, സ്പീക്കർ ഉണ്ടായിരിക്കും, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കും, സ്പീക്കർ ഉണ്ടായിരിക്കും, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. ഓക്കെ. കാലാവധി ഇനി എത്ര വർഷമാണ്? 70 വർഷം. കാലാവധി 70 വർഷം. സോറി, 70 വർഷമല്ല, 70 വയസ്സാണ്. 70 വയസ്സ് വരെയാണ് കാലാവധി, 3 വർഷമാണ്. 70 വയസ്സ് വരെയാണ് കാലാവധി, 3 വർഷമാണ് അവരുടെ കാലാവധി പീരീഡ്. ഇനി റീസെലക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞ നേരത്തെ റീ അപ്പോയിന്റ് ചെയ്യാൻ അവർ യോഗ്യരാണെന്ന് പറഞ്ഞ്, റീ അപ്പോയിന്റ് ചെയ്യാൻ യോഗ്യരാണെന്ന് പറഞ്ഞ പോലെ
അവർക്ക് എന്താണ് ഇവിടെ റീസെലക്ട് ചെയ്യാനും ഇവർ യോഗ്യരാണ്. മറ്റു സർക്കാർ പദവികൾക്കൊന്നും ഇവർ യോഗ്യരല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. റീ അപ്പോയിന്റ് ചെയ്യാന് അവര് അവർക്ക് യോഗ്യരാണ്. പക്ഷെ എന്തില്ല കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ കയറാന് അവർക്ക്, അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കയറാൻ പറ്റില്ല. ഓക്കെ. കാലാവധി 70 വയസ്സ് വരെ 3 വർഷം വരെ, അല്ലെങ്കിൽ 3 വർഷം. ഏതാണോ ആദ്യമാകുന്നത്, 70 വയസ്സാണ് ആദ്യമാകുന്നതെങ്കിൽ റിട്ടയർ ചെയ്യണം, അല്ലെങ്കിൽ 3 വർഷത്തോടെ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം, പോസ്റ്റിൽ നിന്നും വിരമിക്കണം. നെക്സ്റ്റ്, ഇവര് രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ്. ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ്. പരാതി അന്വേഷിക്കേണ്ടത് ഇൻസ്പെക്ടർ ജനറൽ റാങ്കിൽ ഉൾപ്പെട്ട ആളാണ്. ആരാണ്? ഇപ്പൊ രാജിക്കത്ത് നൽകി, എന്തെങ്കിലും ഒരു കാരണവശാൽ രാജിവെക്കുന്ന രാജിക്കത്ത് നൽകി കഴിഞ്ഞാല് അത് പരാതി അന്വേഷിക്കേണ്ടത് ഇൻസ്പെക്ടർ ജനറൽ റാങ്കിൽ ഉൾപ്പെട്ടയാളാണ്. റിപ്പോർട്ട് എന്തായിരിക്കണം? സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഓക്കെ. ഇപ്പൊ എന്തൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 98 ഡിസംബർ 11-നാണ് നിലവിൽ വന്നിട്ടുള്ളത്. 3 അംഗങ്ങളാണ്. അതേപോലെ 4 അംഗ സമിതിയാണ് തെരഞ്ഞെടുക്കുന്നത്. അവിടെ കാലാവധി 70 വയസ്സോ 3 വർഷമോ ആണ്. റീസെലക്ട് ചെയ്യാൻ അവർ യോഗ്യരാണ്. പിന്നെന്താ പറയുന്നത്? രാജിക്കത്ത് ഗവർണർക്കാണ് കൊടുക്കേണ്ടത്. അതുപോലെ പരാതി അന്വേഷിക്കേണ്ടത് ആരാണ്? ജനറൽ റാങ്കിൽ ഉൾപ്പെട്ടയാളാണ് പരാതി അന്വേഷിക്കേണ്ടത്. പിന്നെ റിപ്പോർട്ട് സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇനി നമുക്ക് എന്താ ഇതിന്റെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്? എം പരീതി പിള്ളയാണ് ഫസ്റ്റ് ചെയർമാന്. എം പരീതി പിള്ളയാണ്. ആസ്ഥാനം ട്രിവാൻഡ്രത്താണ്. എം പരീതി പിള്ളയാണ് ഫസ്റ്റ് ചെയർമാൻ. ഓക്കെ. ദേശീയ വിവരാവകാശ കമ്മീഷൻ ആർട്ടിക്കിൾ 19 ആണ്. വ്യക്തികളുടെ 6 സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ഓക്കെ. അതേപോലെ തന്നെ ഇത് വേറൊരു ആർട്ടിക്കിൾ 19(1)(a) ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. വിവരാവകാശ നിയമം 2005 ജൂൺ 15-നാണ് നിലവിൽ വന്നിട്ടുള്ളത്. അത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. കമ്മീഷൻ വന്നിട്ടുള്ളതെന്നാണ് 2005 ഒക്ടോബർ 12-നാണ് അല്ലെ. വിവരാവകാശ നിയമം 2005 ജൂൺ 15-നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. ഇത് ഈ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് എന്നാണ് 2005 ഒക്ടോബർ 12-നാണ്. ഓക്കെ. നിയമം പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് 2005 ഒക്ടോബർ 12-നാണ്. 2005 ഒക്ടോബർ 12-നാണ് നിയമം പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കണം, 3 ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ജൂൺ 15-നാണ്. കമ്മീഷൻ വന്നിട്ടുള്ളത് 2005 ഒക്ടോബർ 12-ആണ്. ഇനി ഈ വിവരാവകാശ നിയമം പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12-ആണ്. ഓക്കെ. ഈ നിയമം പാസാക്കിയ 50th കൺട്രിയാണ് ഇന്ത്യ. ഈ നിയമം പാസാക്കിയ 15th കൺട്രി ഇന്ത്യയാണ്. ഈ നിയമം പാസാക്കിയ 15th കൺട്രി ഏതാണ്? ഇന്ത്യയാണ്. ഒന്നാമത്തെ കൺട്രി സ്വീഡൻ ആണ്. ഓക്കെ. എന്താണ്? ഒന്നാമത്തെ കൺട്രി സ്വീഡൻ ആണ്. തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിൽ എന്തൊക്കെയാണ്? ഓംബുഡ്സ്മാൻ സംവിധാനം എന്നൊരു സംവിധാനം എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അഴിമതി അന്വേഷിക്കാനുള്ള സംവിധാനമാണിത്. ഓക്കെ. ആദ്യം വന്നത് സ്വീഡനിൽ തന്നെയാണ്. പിന്നെ നിയമത്തിന്റെ മുൻഗാമി എന്ന് പറയുന്നത്, ഒരു വിവകാശ നിയമത്തിന്റെ മുൻഗാമിയാണ് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 വാജ്പേയി സർക്കാർ. ഓക്കെ. പാർലമെന്റ് ആണ് പാസ്സാക്കിയത്. ഇംപ്ലിമെന്റ് ആയിട്ടില്ല അല്ലേ? ഓക്കെ. ഇംപ്ലിമെന്റ് ആയില്ല. നിയമത്തിന് മുൻഗാമിയായിട്ട് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 നിലവിൽ വന്നു. വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് പാർലമെന്റ് അത് പാസ്സാക്കി, പക്ഷെ ഇംപ്ലിമെന്റ് ആയിട്ടില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറഞ്ഞിട്ട് അരുണ റോയുടെ ഇതില് രാജസ്ഥാൻ കേന്ദ്രമാക്കിയിട്ടുള്ളതാണ്. വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായിട്ടുള്ളത് അരുണ റോയ് ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അരുണ റോയ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി വിവരാവകാശ നിയമം രൂപം കൊള്ളാൻ കാരണമായ വനിത ആരാണ്? അരുണ റോയ്. ക്വസ്റ്റ്യൻ എന്താ വരിക? വിവരാവകാശ നിയമം രൂപം കൊള്ളാൻ കാരണമായ വനിത
അരുണ റോയ്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യങ്ങളാണ്. നമ്മുടെ ഈ ഒരു വിവകാശ നിയമം ആദ്യമായിട്ട് വന്നിട്ടുള്ളത് സ്വീഡനിലാണ്. ഇന്ത്യ എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ 15ാമത്തെ കൺട്രി ആണെന്ന് പറയാം. ഇനി നിയമത്തിന്റെ മുൻഗാമിയായിട്ട് നമ്മൾ പറയുന്നത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ്. വാജ്പേയി സർക്കാർ ആണ്. ദെൻ മസ്തൂർ കിസാൻ ശക്തി സംഘടനയിൽ അരുണ റോയ്. അരുണ റോയ് ആണ് വിവരാവകാശ നിയമം രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള വനിത. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് എന്താന്ന് നോക്കിയത്, ഇതെന്നാണ് നമ്മുടെ സ്റ്റേറ്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു വിവരാവകാശ നിയമം നടപ്പിലാക്കിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് തമിഴ്നാടാണ്. ആലോചിക്കുക, ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് തമിഴ്നാടാണ്. വിവരാവകാശ നിയമം നടപ്പിലാക്കിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് തമിഴ്നാടാണ്. അതുപോലെ ഇതിന്റെ ആസ്ഥാനം CIC ഭവൻ ബാബ ഗംഗാനാഥ് മാർഗ് ഡൽഹിയാണ്. ബാബ ഗംഗാനാഥ് മാർഗ് ഡൽഹിയാണ്. ജനറൽ ഇൻഫോർമേഷൻ സെന്റർ ആണ്, സെൻട്രൽ ഇൻഫോർമേഷൻ സെന്റർ ആണ് CIC, സെൻട്രൽ ഇൻഫോർമേഷൻ സെന്റർ CIC. പഴയതായിട്ടുള്ളത് ഓഗസ്റ്റ് ക്രാന്തി ഭവനാണ്. ചോദിക്കും, പുതിയ ആസ്ഥാനം ഏതാണ്? വിവരാവകാശ നിയമത്തിന്റെ പുതിയ ആസ്ഥാനമാണ് CIC ഭവൻ, ബാബ ഗംഗാനാഥ് മാർഗ് ഡൽഹി, സെൻട്രൽ ഇൻഫോർമേഷൻ സെന്റർ ആണ്. പഴയത് ഓഗസ്റ്റ് ക്രാന്തി ഭവൻ. ഓക്കെ, വിവരാവകാശ നിയമം സെക്ഷൻ ഏതൊക്കെയാണ്? സെക്ഷൻ 31 ഉണ്ട്, ഷെഡ്യൂൾ 2, ചാപ്റ്റർ 6. ഓക്കെ, സെക്ഷൻ 31, ഷെഡ്യൂൾ 2, ചാപ്റ്റർ 6-ലൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇൻഫോർമേഷൻ ആക്ടിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഇതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും, ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും, 10 കമ്മീഷണർമാരും, അങ്ങനെ പരമാവധി 11 പേരാണ് ഇതിൽ ഉണ്ടാവുക. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന്റെ കീഴിലാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇതുള്ളത്. തെരഞ്ഞെടുക്കാൻ 3 അംഗ സമിതിയാണ്. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. തെരഞ്ഞെടുക്കല് 3 അംഗ സമിതിയാണ്. അതിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കും. ഒരു ലോക്സഭ പ്രതിപക്ഷ നേതാവ്. ലോക്സഭ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ ആരാണ്? ഏറ്റവും വലിയ പാർട്ടി നേതാവ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലോക്സഭ, രാജ്യസഭ, MP, MLA അംഗങ്ങളാവാൻ സാധിക്കില്ല. അല്ലെ, ലോക്സഭ, രാജ്യസഭ, MP, MLA അംഗങ്ങളാവാൻ സാധിക്കില്ല. ഇനി എന്തൊക്കെയാണ് ഇവരുടെ യോഗ്യത എന്ന് പറയുന്നത്? നിയമജ്ഞാനം ഉണ്ടായിരിക്കണം, സാമൂഹ്യ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന ആളായിരിക്കണം, ശാസ്ത്രരംഗം, ഭരണത്തിൽ പ്രവർത്തിച്ച ആളായിരിക്കണം, നിയമജ്ഞാനം ഉണ്ടായിരിക്കണം, സാമൂഹ്യ പ്രവർത്തനം ഉണ്ടായിരിക്കണം, ശാസ്ത്രരംഗത്തിലൊക്കെ നല്ല മികവ് തെളിയിച്ച ആളായിരിക്കണം. നിയമനം 3 അംഗ സമിതിയുടെ അപ്രൂവൽ. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 3 അംഗങ്ങളാണുള്ളത്. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്, അത് ആരൊക്കെ അംഗങ്ങൾ ഉണ്ടായിരിക്കണം, പരമാവധി എത്ര പേരുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ യോഗ്യത എന്താന്ന് പറഞ്ഞു. നിയമനം നമ്മൾ പറഞ്ഞു. 3 അംഗ സമിതിയുടെ അപ്രൂവലാണ് രാഷ്ട്രപതി. 2019 കാലാവധി ഭേദഗതി പ്രകാരം കാലാവധി 3 വർഷം, അതേപോലെ 3 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സാണ്. എന്താണ് 2019 കാലാവധി അനുസരിച്ച് 3 വർഷമോ 65 വയസ്സാണ്. ഇവര് വീണ്ടും ഈ സ്ഥാനത്തേക്ക് ഇലക്ട് ചെയ്യാൻ ഇവർ യോഗ്യരല്ല. കമ്മീഷണർക്ക് ഇവർക്ക് വീണ്ടും ചെയ്യാൻ പറ്റില്ല, ഈ സ്ഥാനത്തേക്ക് വരാൻ പറ്റും. പക്ഷെ അവിടുത്തെ കമ്മീഷണർമാർക്ക് ചീഫ് ഇൻഫോർമേഷൻ ഓഫീസർ ആകാം. ചീഫ് ഇൻഫോർമേഷൻ ഓഫീസർ ആയിട്ട് പ്രവർത്തിക്കാം. പക്ഷെ അംഗങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയർമാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ചീഫ് ഇൻഫോർമേഷൻ ഓഫീസർ ആയിട്ട് വീണ്ടും തലസ്ഥാനത്തേക്ക് ഇലക്ട് ചെയ്യാൻ അവര് യോഗ്യരല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക, മറക്കരുത്. ഇനി ഇവർ ആരുടെയാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടതെന്ന് അറിയണ്ടേ? രാജിക്കത്ത് പ്രസിഡന്റിനാണ്. നിയമനം, നീക്കം, സത്യപ്രതിജ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഈ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ നിയമനം, നീക്കം ചെയ്യല്, സത്യപ്രതിജ്ഞ, പ്രസിഡന്റ് ഒക്കെ ചെയ്യേണ്ടത് ആരാണ്? പ്രസിഡന്റ് ആണ്. അതേപോലെ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റിനാണ്. ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റിനാണ്. ഓക്കെ, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഷെഡ്യൂൾ 15 to 17 വരെയാണ് കേരള സംസ്ഥാന, അതായത് കേരള സെൻട്രൽ ഇൻഫോർമേഷൻ സെന്ററിനെ കുറിച്ച് പറയുന്നത്. 2005 ഡിസംബർ 19 നിലവിൽ വന്നിട്ടുള്ളത്. 11 അംഗങ്ങളുണ്ട്. നിയമനങ്ങൾ 3 ആണ്. ആരൊക്കെയാണ്? 3 അംഗ സമിതിയാണ്. മുഖ്യമന്ത്രി, മന്ത്രി, പോലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇത്രയും പേരാണുള്ളത്. കാലാവധി നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് 65 വയസ്സോ 3 വർഷമോ. ഓക്കെ, റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? സെക്ഷൻ 2H പറയുന്നത് പബ്ലിക് അതോറിറ്റി എന്തൊക്കെയുണ്ട്?
ഭരണഘടന, പാർലമെന്റ്, നിയമസഭ, ഗ്രാൻഡ് NGO അധികാരങ്ങൾ, നിയന്ത്രണങ്ങൾ ഇവരെ കുറിച്ചിട്ടുള്ള വിവരം കിട്ടും. ഷെഡ്യൂൾഡ് 8(1) രാജ്യരക്ഷ, രാജ്യത്തിന്റെ അഖണ്ഡത, രാജ്യസുരക്ഷ ഏജൻസി എന്നീ വിവരങ്ങളൊന്നും തരില്ല. അതായത് CRPF-നെ കുറിച്ച്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ കുറിച്ച്, 18 അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇവരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കിട്ടും. പക്ഷെ രാജ്യരക്ഷ, അതേപോലെ തന്നെ രാജ്യത്തിന്റെ അഖണ്ഡത, രാജ്യസുരക്ഷാ ഏജൻസി ഇവരുടെ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. അതിലെ S2 ഷെഡ്യൂള് 18 സംഘടനകൾ, കമ്മീഷണറുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സ്, പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ കൊടുക്കുന്നത്. അസിസ്റ്റന്റ് PO ഇത് സെപ്പറേറ്റ് പദവിയൊന്നല്ല, പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആയിട്ടാണ് ഇതാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടായിരത്തിന്റെ വിവരാവകാശ കമ്മീഷനും പ്രധാന ഓഫീസാണിത്. അതായത് വിവരാവകാശ കമ്മീഷണറെയും നമ്മുടെ പൗരന്മാരെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഓഫീസാണിത്. ഓക്കെ, പ്രധാനപ്പെട്ട ഓഫീസാണിത്. ഇത് ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താന്നുള്ളത്? ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം നമുക്ക്. അപേക്ഷ ഫീസ് 10 രൂപയാണ്. BPL-കാർക്ക് വേണ്ട. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ പോയിന്റ് ഇതൊക്കെ പോയിന്റ്സ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എല്ലാതും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള മേഖലകളാണ്. അപ്പൊ എന്ത് ചെയ്യുക, നോട്ട് എഴുതി വെക്കുക. അപേക്ഷ ഫീസ് 10 രൂപയാണ്. BPL-കാർക്ക് പൈസ വേണ്ട. ആർക്കാണ് ഈ അപേക്ഷ കൊടുക്കേണ്ടത്? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. 30 ഡേയ്സിന് മറുപടി കിട്ടണം. ഓക്കെ, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ സെന്ററിൽ 35 ഡേയ്സിനുള്ളിൽ കിട്ടണം. അടിയന്തര പ്രാധാന്യത, എമർജൻസി, ജീവൻ, സ്വത്ത് അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ളതാണെങ്കിൽ അതിന്റെ മറുപടി 48 മണിക്കൂറിന്റെ ഉള്ളിൽ കിട്ടും. റിപ്ലൈ കിട്ടിയിട്ടുണ്ട്, സെക്ഷൻ 20 അനുസരിച്ച് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് പിഴ ഈടാക്കും. കാലതാമസം വരുത്തിയതിന് പിഴ ഈടാക്കും. ഒരു ദിവസത്തിന് 250 രൂപ, പരമാവധി 25,000 രൂപ. ഓക്കെ, ഇതെന്താ വെച്ചാല് നമുക്ക് ഓഫീസർക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഓഫീസിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ എന്ത് പറ്റില്ല? അതിന്റെ റിപ്ലൈകൾക്ക് നമുക്ക് മറുപടി കിട്ടിയ 48 മണിക്കൂറിൽ നമുക്ക് പിഴ ഈടാക്കാം. ഒരു ദിവസത്തിന് 250, മാക്സിമം പരമാവധി 25,000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിഴ ഈടാക്കാൻ പറ്റും. ഓക്കെ, ഇനി 91 കൃത്യസമയത്ത് റിപ്ലൈ കിട്ടിയാൽ, പക്ഷെ നമുക്ക് തൃപ്തനല്ല. നമുക്ക് റിപ്ലൈ കിട്ടി, 19 പറയുന്നത് എന്താണ്? നമുക്ക് റിപ്ലൈ കിട്ടി, പക്ഷെ നമ്മൾ എന്തായാലും തൃപ്തനല്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് അപ്പീൽ പോകാം. ഓക്കെ, അതായത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറിന് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അല്ലെ, അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് അപ്പീൽ പോകാം. പിന്നെ 19(3) എന്താ പറഞ്ഞത്? ആ അപ്പീലിന്റെ റിപ്ലൈയിലും നമ്മൾ തൃപ്തനല്ല, നമുക്ക് എന്ത് ചെയ്യാം? സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള ഒരു അപ്പീൽ പോകാം. അതും വിവരാവകാശ കമ്മീഷന്റെ മുന്നിലേക്ക് പോകാം. ഇനി അപ്പീൽ അധികാരം പൗരനുണ്ട്, പക്ഷെ ദ്വിത്വല അപ്പീൽ സംവിധാനമാണുള്ളത്. ദ്വിത്വല, അതായത് നമ്മളത് ഒന്നാമത്തെ അപ്പീൽ നമുക്ക് മറുപടി കിട്ടിയില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ പോകാം. ആ അപ്പീലിൽ നമുക്ക് മറുപടി സംതൃപ്തനല്ലെങ്കിൽ വീണ്ടും നമുക്ക് അപ്പീൽ പോകാം. ഓക്കെ, ഇനി ഫസ്റ്റ് അപ്പീല് 30 ഡേയ്സിനുള്ളിലാണ് പോകേണ്ടത്. റിപ്ലൈ 30 ദിവസം കൊണ്ട് കിട്ടും വേണം. പരമാവധി 45 ദിവസം വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം, പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം. ഒക്കെ ആലോചിക്കുക. ഫസ്റ്റ് അപ്പീൽ എത്ര വെയിറ്റ് ചെയ്യണം? 30 ഡേയ്സിനുള്ളിൽ പോകണം. റിപ്ലൈ 30 ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടുകയും ചെയ്യണം. പരമാവധി 45 ദിവസം വരെ, പക്ഷെ പ്രത്യേക സാഹചര്യങ്ങളാണ്. ഇനി സെക്കൻഡ് അപ്പീൽ 90 ഡേയ്സിനുള്ളിൽ പോകണം. അപ്പീൽ എപ്പോഴാണ് പറഞ്ഞത്? 90 ഡേയ്സിനുള്ളിൽ പോകണം. അന്തിമ മറുപടിയായി കിട്ടണം. അതേപോലെ വിവരാവകാശ കമ്മീഷണർ നേരിട്ട് പോയിരിക്കണം. ഓക്കെ, ഇനി പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കൊടുക്കാം. എന്താണ്? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കൊടുക്കാം. ശരിയായ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് നേരിട്ട് കൊടുക്കാം. ഓക്കെ, അമിത ഫീസ് ചുമത്തിയാല്, ശരിയായ റിപ്ലൈ ഇല്ലെങ്കിൽ, അതേപോലെ റിപ്ലൈ ഇൻകംപ്ലീറ്റ് ആയാൽ, മറുപടി ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരോട് പോയിട്ട് നമുക്ക് നമ്മുടെ അപ്പീൽ പോവാനും പരാതി കൊടുക്കാനും എല്ലാതും സാധിക്കും. ഇനി ആദ്യത്തെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറാണ് വജാഹത്ത് ഹബീബുള്ള. ഏറ്റവും കൂടുതൽ കാലമുള്ളതും ആദ്യത്തെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറാണ് വജാഹത്ത് ഹബീബുള്ള. ആദ്യ വനിത ദീപക് നന്ദു, 4th ആണ് ട്ടാ. നന്ദു ആരാണ്? 4th ആണ് ട്ടാ, ആദ്യ വനിതയായിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. നന്നായി പഠിക്കുക. ഈ പോയിന്റ്സും കാര്യങ്ങളും, എല്ലാ പോയിന്റ്സും, ഫസ്റ്റ് അപ്പീൽ, സെക്കൻഡ് അപ്പീൽ പോകുന്നത്, അതിന്റെ മറുപടി കിട്ടുന്നത്, ഫീസ് എത്രയാണെന്നുള്ളത്, BPL-കാർക്ക് ഫീസ് വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് പഠിക്കും. ഓക്കെ,
അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ? നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.